ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ തകരാൻ പോകുന്നു. 1991 ആവർത്തിക്കാൻ പോകുന്നു. രാജ്യം വലിയൊരു ചതിക്കുഴിയിലാണ്. കേൾക്കുമ്പോൾ ആർക്കും ഒന്ന് ഭയം തോന്നും അല്ലേ? അതും പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ മുൻ ധനമന്ത്രി തോമസ് ഐസക്കാണ്. സ്വർണം വാങ്ങരുത്, വർക്ക് ഫ്രം ഹോം പ്രോത്സാഹിപ്പിക്കണം എന്നൊക്കെയുള്ള നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനത്തെ പരിഹസിച്ചുകൊണ്ടും പേടിപ്പിച്ചും ഐസക്ക് രംഗത്തെത്തിയിരിക്കുകയാണ്. പക്ഷേ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഐസക്കിൻ്റെ പഴയ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ നമുക്ക് ചിരിക്കണോ കരയണോ അതോ തലതല്ലണോ എന്നൊക്കെ അറിയാത്ത ഒരവസ്ഥയാകും. പണമില്ലെങ്കിൽ നോട്ട് അടിച്ചിറക്കിയാൽ മതി എന്ന് പണ്ട് തട്ടിവിട്ട അതേ ഐസക്ക് തന്നെയാണ് ഇന്ന് മോദിയെ സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കാനായി വരുന്നത്. മോദിയുടെ തന്ത്രം കേവലം ഭയമല്ല, അതൊരു മാസ്റ്റർ സ്ട്രോക്ക് ആണ്. എന്താണ് മോദി കണ്ട ആ ചതിക്കുഴി? എന്താണ് ഐസക്കിൻ്റെ വാദങ്ങളിലെ പൊള്ളത്തരം? കാണാം ഈ വീഡിയോയിൽ. അല്ല, കേരളത്തെ കടക്കണിയിൽ മുക്കി ശമ്പളം കൊടുക്കാൻ പോലും ഗതിയില്ലാത്ത അവസ്ഥയിലാക്കിയ തോമസ് ഐസക്കാണോ മോദിയെ സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കുന്നത്? ഈ ചോദ്യം ചോദിക്കാതെ നമുക്ക് ഈ വീഡിയോ തുടങ്ങാനാകില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. മോദിയുടെ വാക്കുകൾ ഭയമല്ല, മറിച്ച് പശ്ചിമേഷ്യൻ സംഘർഷം പോലെയുള്ള ആഗോള പ്രതിസന്ധികളെ നേരിടാനുള്ള ഒരു മാസ്റ്റർ സ്ട്രോക്കാണ്. എന്താണ് മോദി കണ്ട ചതിക്കുഴി? എന്തുകൊണ്ട് ഐസക്കിൻ്റെ ഉപദേശം കേട്ടാൽ രാജ്യം കേരളം പോലെ ആകുമെന്നൊക്കെ നമ്മൾക്ക് പറയേണ്ടി വരുന്നത്?